ഹലോ ഗൈസ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB റിയാക്ട്സ്. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ എക്സൈറ്റിംഗ് ആയൊരു പടത്തിൻ്റെ ടീസറാണ്. അതായത് ദൃശ്യം 3 മെയ് 21 റിലീസ് പറഞ്ഞേക്കണം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് ടീസർ കാണാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ളൊരു അതിഥി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. It's like a case that is closed, but will never close. സത്യത്തിൽ നമ്മൾ അയാളെ അല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എൻ്റെ ഈ യുദ്ധം. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എൻ്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല ടീസറിൽ. ചുമ്മാ കുറച്ച് കട്ട്സ് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. അതുപോലെ ദൃശ്യം 1-ലെയും ദൃശ്യം 2-ലെയും സീൻസ്, പിന്നെ ദൃശ്യം 3-ലെ കുറച്ച് സീൻസ്, അങ്ങനെ വെച്ചിട്ടൊരു മിക്സ്, ഒരു യാത്ര പോലെ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് എന്താണെന്ന് കാണിക്കുന്ന ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഷോട്ടുകൾ, ക്യാരക്ടേഴ്സിൻ്റെ ഷോട്ട്, മോഹൻലാലിൻ്റെ ഷോട്ട്, അങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൂ. പിന്നെ അതിൽ ഒരു ഡയലോഗാണ് എന്തെങ്കിലും ട്വിസ്റ്റ് പോലെ ഉണ്ടെന്ന് തോന്നിക്കണുള്ളൂ. കാരണം 2-ൻ്റെ തുടർച്ച പോലെ തന്നെ ഇതിൻ്റെ പുറകിൽ ഇനി ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല എന്നുള്ള രീതി. അപ്പോൾ ഇനിയും ചിലപ്പോൾ ഇതിൻ്റെ പുറകെ വന്ന ആൾക്കാർ, ജോർജ് കുട്ടീനെ പിടിക്കാൻ വന്ന ആൾക്കാരും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതുമായിരിക്കണം ഇനി ദൃശ്യം 3 എന്നാണ് ആ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ചിലപ്പോൾ അതാവാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരാം. അപ്പോൾ അതിനൊരു കാത്തിരിക്കുന്നത് വെറുതെ അല്ല എന്നൊരു തോന്നലും കൂടിയാണ്. ഞാൻ ദൃശ്യം സീരീസ് പുള്ളി അലമ്പാക്കൂല എന്ന് തന്നെയാണ് പ്രതീക്ഷ. പുള്ളിപ്പോൾ മുമ്പ് അവസാനം ഇറങ്ങിയ 2 സിനിമകളും പരാജയപ്പെട്ടെങ്കിലും ദൃശ്യം 3 എന്ന് പറഞ്ഞ സീരീസിലൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടും പിന്നെ പുള്ളി അത് അലമ്പാക്കൂല എന്ന് തന്നെ വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ടൊരു പ്രതീക്ഷയുമുണ്ട്. പിന്നെ ടീച്ചറിലെ ഡയലോഗും ഒരു പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. പടം പോസിറ്റീവ് അടിച്ചാൽ പിന്നെ ഇൻഡസ്ട്രി ഹിറ്റിലും കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കേണ്ട. ആ ലെവലിലടി ഫസ്റ്റ് ഡേ ഒക്കെ നല്ല തൂക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന പാട്രിയോട്ട് നല്ല ബുക്കിംഗ് വന്നിട്ടുണ്ട്. പക്ഷെ പാട്രിയോട്ട് ഇടുന്ന FD ചിലപ്പോൾ അതിൽ കൂടുതലടിക്കും. ചിലപ്പോൾ ദൃശ്യത്തിന് ബുക്കിംഗ് വരുമ്പോൾ വമ്പൻ പരിപാടി തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ 1-ലും ദൃശ്യം 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2 വന്നപ്പോൾ മേക്കിംഗ് ക്വാളിറ്റി ഭയങ്കര വിമർശനം നേരിട്ടൊരു കാര്യമാണ്. കുറച്ച് സീരിയൽ വൈബിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അത് കൊറോണ കാലത്തെ ഇതാണെന്നല്ല, കൊറോണ കാലത്ത് ഷൂട്ട് ചെയ്താണെന്നും പറഞ്ഞ് അങ്ങനെ ഒരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ടായിന്. പക്ഷേ എങ്കിൽ കൂടി അത് കഴിഞ്ഞിട്ട് എടുത്ത കുറച്ച് ജോസഫിൻ്റെ പടങ്ങളും സീരിയൽ മേക്കിംഗ് പോലെ തന്നെയെന്നും പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും അതെടുത്ത് പറയുന്നുണ്ട്. ദൃശ്യം 3 സീരിയൽ മേക്കിംഗ് പോലെ ആയിരിക്കും, സീരിയലൊക്കെ എടുക്കണമെന്ന്. അപ്പം അതിലൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊരു പ്രതീക്ഷ. എന്തായാലും പടം പോസിറ്റീവ് അടിച്ചാൽ ഏത് ലെവലിൽ പോകുന്നൊരു പ്രതീക്ഷയില്ല. പിന്നെ ദൃശ്യം 3-യും ഇതുപോലെ, ഹിന്ദി വെർഷനും ദൃശ്യം 3-യുടെ ഇതുപോലെ ഷൂട്ട് കഴിഞ്ഞാണല്ലോ. അപ്പം അതും എന്തോ ഒക്ടോബറിൽ എന്തോ റിലീസ് പറഞ്ഞേക്കണം. അത് മറക്കുന്നുണ്ട്. ഇവർക്ക് റൈറ്റ്സ് കൊടുക്കുന്നതിന് പകരം ഇതന്നെ ഡബ് ചെയ്ത് എല്ലാ വർഷവും ഇറക്കിയാണ് നല്ലതായിരിക്കും.
പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആമസോണായിട്ടൊരു പ്രശ്നമുണ്ടായി. ആമസോൺ പ്രൈമിലാണ് ദൃശ്യം 2 കൊടുത്തല്ലോ. അപ്പോൾ അവരുടെ സമ്മതം ഇല്ലാണ്ട് അതിൻ്റെ അടുത്ത പാർട്ട് കേസ് ഫയലൊക്കെ ചെയ്ത് അതൊക്കെ ഒത്തുതീർപ്പായെന്ന് തോന്നുന്നു. എന്തായാലും മെയ് 21 മോഹൻലാലിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അന്ന് പടത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടറിയാം. അപ്പം നമുക്ക് വീഡിയോ വേണ്ടി ഇപ്പോൾ കേസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം.